നിർമ്മാതാവ് ആരോമ മണി എന്ന എം മണി അന്തരിച്ചു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. മഹാപാരമ്പര്യത്തിന് പിൻബലമുള്ള ഉദയായും മഞ്ഞിലാസും സുപ്രിയയും മെറിലാൻഡും സെൻട്രലും സെഞ്ചുറിയും കത്തിനിന്ന മലയാള സിനിമാ ഭൂപടത്തിൽ കാര്യമായ സിനിമാ പശ്ചാത്തല മികവൊന്നും അവകാശപ്പെടാനില്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരു നിർമ്മാതാവ് ഉണ്ടായി. 60-ലേറെ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. 1977 തുടങ്ങിയ ആ ചലച്ചിത്ര സപര്യ 2013 വരെ തുടർന്നു. നടൻ മധു സംവിധാനം ചെയ്ത തീരസമീരെ യമുനാ തീരയായിരുന്നു അദ്ദേഹം നിർമ്മിച്ച ആദ്യ ചിത്രം. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ആർട്ടിസ്റ്റ് ആയിരുന്നു അവസാന ചിത്രവും. എന്തായിരുന്നു എം മണി എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി ഉത്തരം പറയാൻ സാധിക്കില്ല. പക്ഷേ പലതുമായിരുന്നു അദ്ദേഹം. സമകാലികർക്കും പിന്നാലെ വന്നവർക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ അനായാസം നടപ്പിലാക്കിയ ആൾ. അനുഭവങ്ങളുടെ ഉൾക്കരുത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് നടന്നു കയറിയ ഒരാൾ. മലയാള സിനിമയിലെ നെടുംതൂണുകളായ മമ്മൂട്ടിയും മോഹൻലാലും പ്രിയദർശനും സുരേഷ് ഗോപിയും ഷാജി കൈലാസും മണിസാർ എന്ന് അഭിസംബോധന ചെയ്യുന്ന ജീവിച്ചിരുന്ന ഏക നിർമ്മാതാവ്. ഇപ്പോൾ അദ്ദേഹം കഥാവശേഷനാകുമ്പോൾ അവശേഷിക്കുന്നത് മലയാള സിനിമാ ചിത്രത്തിൽ അദ്ദേഹം ബാക്കി വെച്ചു പോയ നിർണായകമായ ചില സിനിമകളാണ്. സുനിത പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അദ്ദേഹം നിർമ്മിച്ച സിനിമകളുടെ ടൈറ്റിലിൽ നിർമ്മാണം എം മണി എന്നാണ് കാണാൻ സാധിക്കുക. എന്നാൽ ആരോമ റിലീസ് എന്ന വിതരണ കമ്പനിയിലൂടെ ചലച്ചിത്ര ജീവിതം ആരംഭിച്ച അദ്ദേഹം വ്യാപകമായി അറിയപ്പെട്ടിരുന്നത് ആരോമ മണി എന്നായിരുന്നു. അപ്പോഴും പല തലമുറകളിൽപ്പെട്ട സിനിമാ പ്രവർത്തകർ ഭയഭക്തി ബഹുമാനത്തോടെ മണിസാർ എന്ന് തന്നെ വിശേഷിപ്പിച്ചു. ചലച്ചിത്ര വ്യവസായത്തിൻ്റെ അലകും പിടിയും മനസ്സിലാക്കിയ ഒരാളായിരുന്നു എം മണി. എങ്ങനെ ചിലവ് ചുരുക്കി ഭേദപ്പെട്ട സിനിമകൾ ഒരുക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഉള്ളടക്കത്തിനാണ് അദ്ദേഹം എന്നും ഊന്നൽ നൽകിയിരുന്നത്. സാന്ദർഭികമായി ഉയർന്നു പ്രവർത്തിക്കാൻ കെൽപ്പുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. അതായത് പ്രിയനെ പ്രിയനാക്കിയ മണിസാർ. സംവിധായകൻ PG വിശ്വംഭരൻ നോവലിസ്റ്റ് കാനം EJ-യുടെ കൃതിയെ അടിസ്ഥാനമാക്കി കടത്ത് എന്ന സിനിമയാക്കാനൊരുക്കി. സംവിധായകൻ PG വിശ്വംഭരൻ നോവലിസ്റ്റ് കാനം EJ-യുടെ കൃതിയെ അടിസ്ഥാനമാക്കി കടത്ത് എന്ന സിനിമ ഒരുക്കുന്നു. മണിയാണ് നിർമ്മാതാവ്. പടത്തിന് തിരക്കഥ എഴുതാനായി അദ്ദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരത്തുള്ള പ്രിയദർശൻ എന്ന യുവാവിനെയാണ്. തിരക്കഥ സംവിധായകന് ഇഷ്ടമായി. സിനിമ പൂർത്തിയാകുകയും ചെയ്തു. തിയേറ്ററിൽ അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പം പടം കാണാൻ ചെന്ന യുവാവ് ഞെട്ടി. തിരക്കഥാകൃത്തിൻ്റെ ക്രെഡിറ്റ് സംവിധായകൻ വിശ്വംഭരന്. യുവാവ് കാര്യം തിരക്കിയപ്പോൾ സംവിധായകൻ്റെ വിശദീകരണം വന്നു. കാനത്തെ പോലെ പ്രശസ്തനായ ഒരാളുടെ കഥയ്ക്ക് ആരും അറിയാത്ത ഒരു കൊച്ചുപയ്യൻ തിരക്കഥ എഴുതിയാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട് അത് എൻ്റെ പേര് വെച്ചത്. വിശ്വംഭരനെ പോലെ അന്നത്തെ ഒരു അതികായനോട് ഏറ്റുമുട്ടാൻ ശേഷിയില്ലാതെ പ്രിയൻ വേദനയോടെ മടങ്ങിപ്പോന്നു. പ്രിയൻ തൻ്റെ സങ്കടം മണിയെ ചെന്ന് കണ്ട് അറിയിച്ചു. വിഷമിക്കേണ്ട, വഴിയുണ്ടാക്കാമെന്ന് മണി പറഞ്ഞപ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസവചനം എന്നു മാത്രമേ പ്രിയൻ വിചാരിച്ചുള്ളൂ. എന്നാൽ അധികം വൈകാതെ മണി വാക്കുപാലിച്ചു. അദ്ദേഹം സ്വയം സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് തിരക്കഥയൊരുക്കാൻ പ്രിയനെ ക്ഷണിച്ചു. ചിത്രം കുയിലിനെ തേടി. പറഞ്ഞുറപ്പിച്ച പ്രതിഫലവും ടൈറ്റിൽ ക്രെഡിറ്റും നൽകി. സിനിമ ഹിറ്റായി. പിന്നാലെ എങ്ങനെ നീ മറക്കും, എൻ്റെ കളിത്തോഴൻ എന്നീ സിനിമകൾക്കും തിരക്കഥയൊരുക്കാൻ പ്രിയന് അവസരം നൽകി. അതും ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചതോടെ പ്രിയദർശൻ മലയാളത്തിലെ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തുക്കളുടെ നിരയിലേക്ക് ഉയർന്നു. വർഷങ്ങൾക്ക് ശേഷം പ്രിയൻ മലയാളത്തിലെ ഹിറ്റ് സംവിധായകരുടെ നിരയിലേക്ക് ഉയർന്നു. ബോളിവുഡിലടക്കം വിജയക്കൊടി നാട്ടി. എം മണിയുടെ ഏതോ പടത്തിൻ്റെ സെറ്റിൽ മോഹൻലാലിനെ കാണാനായി പ്രിയൻ വന്നു. എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച മണി ഉടൻ തന്നെ പ്രൊഡക്ഷൻ ബോയെ വിളിച്ച് "ഡേയ്, ഡയറക്ടർക്ക് ഇരിക്കാൻ ചെയർ കൊണ്ടുവാടേ" എന്ന് പറഞ്ഞു. ബോയ് കൊണ്ടുവന്ന കസേര അദ്ദേഹം തന്നെ പ്രിയദർശൻ്റെ മുന്നിലേക്ക് നീക്കിയിട്ടു. കഴിവുള്ളവരെ എന്നും തിരിച്ചറിയുകയും മാനിക്കുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത നിർമ്മാതാവായിരുന്നു അദ്ദേഹമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു അനുഭവം കൂടി നമുക്ക് നോക്കാം. അതായത് സിബി മലയിലിൻ്റെ ആക്ഷൻ സിനിമ. സെൻറ്റിമെൻസിന് മുൻതൂക്കമുള്ള കുടുംബ ചിത്രങ്ങൾ മാത്രം ഒരുക്കിയ പശ്ചാത്തലമുള്ള സിബി മലയിനെ കൊണ്ട് SN സ്വാമിയുടെ തിരക്കഥയിൽ ആഗസ്റ്റ് 1 എന്ന ആക്ഷൻ സിനിമ ചെയ്യിക്കുമ്പോൾ പലരും വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവരോട് ആരോമ മണി ഒന്നേ പറഞ്ഞുള്ളൂ: സിബിക്ക് ഏതും പറ്റും.
ആഗസ്റ്റ് 1 വൻ ഹിറ്റായെന്ന് മാത്രമല്ല മലയാളത്തിലെ മികച്ച ആക്ഷൻ സിനിമകളുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. എല്ലാറ്റിലും ഉപരി തൻ്റെ അതുവരെയുള്ള സിനിമകളിൽ നിന്ന് വിഭിന്നമായ പുതിയ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് സിബി വിമർശകരുടെ നാവടുപ്പിച്ചു. മണിയുടെ പ്രവചനങ്ങൾ അവിടെയും യാഥാർത്ഥ്യമായി. അടുത്തത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു റിസ്കി എലമെൻ്റാണ്. പൊന്നുംകുടത്തിന് പൊട്ട് അടക്കമുള്ള ആദ്യകാല സിനിമകൾ ഒന്നടങ്കം പരാജയപ്പെട്ട് തീർത്തും പ്രതീക്ഷ നഷ്ടപ്പെട്ട സംവിധായകനായിരുന്നു ഒരു ഘട്ടത്തിൽ ടി.എസ്. സുരേഷ് ബാബു. ഡെന്നിസ് ജോസഫിൻ്റെ തിരക്കഥയിൽ അദ്ദേഹത്തെ കൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യിക്കുക എന്ന സാഹസം അക്കാലത്ത് ഒരു നിർമ്മാതാവിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. എന്നാൽ ആരോമമണി എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയുടെ സംവിധാന ചുമതല സുരേഷ് ബാബുവിന് ഏൽപ്പിച്ചു. പ്രവചനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പടം മെഗാ ഹിറ്റായെന്ന് മാത്രമല്ല സുരേഷ് ബാബുവിൻ്റെ തലവര ആ സിനിമയോടുകൂടി മാറ്റി കുറിക്കുകയും ചെയ്തു. ചക്കരയുമ്മ പോലുള്ള പടങ്ങളിൽ തുടക്കമിട്ട എസ്.എൻ. സ്വാമിയെ കൊണ്ട് 20-ാം നൂറ്റാണ്ട് പോലെ ഒരു മെഗാ ആക്ഷൻ ത്രില്ലർ എഴുതിക്കുകയും മലരും കിളിയും പോലുള്ള ലൈറ്റ് വെയ്റ്റ് സിനിമകളിൽ ഹരിശ്രീ കുറിച്ച കെ മധുവിനെ സംവിധാന ചുമതല ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ നെറ്റി തുളിച്ചവർ ഏറെ. എന്നാൽ അവരുടെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് ദീർഘദൃഷ്ടിയുള്ള മണി അന്നേ തിരിച്ചറിഞ്ഞു. അടുത്തത് CBI ഹിറ്റായ കഥയാണ്. ഇതേ ടീമിൽ തന്നെ ഒരു CBI ഡയറക്കുറിപ്പ് ഒരുക്കുമ്പോഴും വലിയ റിസ്ക് ഫാക്ടർ അതിലുണ്ടായിരുന്നു. ഒന്നാമത് CBI ഇന്നത്തെ പോലെ അത്ര ജനകീയമായിട്ടല്ല. 2 സേതുരാമയ്യർ എന്ന ബ്രാഹ്മണനായിരുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നാൽ ആളുകൾ സ്വീകരിക്കുമോ എന്നെല്ലാം ചോദ്യങ്ങൾ ഉയർന്നു. ആരെയും കൂസാത്ത ഏതു റിസ്ക്കും എടുക്കാൻ മടിക്കാത്ത മണി അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല. ചരിത്ര വിജയമായിരുന്നു ആ പരീക്ഷണം. പിന്നീട് CBI സീരീസ് തന്നെയുണ്ടായി. ആ സംഭവം റിക്കാർഡ് സൃഷ്ടിച്ചുകൊണ്ട് മലയാളത്തിൽ മുന്നേറി. ഏകലവ്യൻ എന്ന സിനിമയിലൂടെ സുരേഷ് ഗോപി ഒരു സോളോ ഹീറോ എന്ന നിലയിൽ വിജയം കൊയ്തപ്പോൾ അതൊരു ഒറ്റപ്പെട്ട വിജയമെന്ന് കരുതി അവഗണിച്ചവർ ഏറെ. എന്നാൽ സുരേഷ് ഗോപി, ഷാജി പണിക്കർ, രഞ്ജിത്ത് ടീമിൻ്റെ ഫയർ തിരിച്ചറിഞ്ഞ മണി ആ കോംബോയിൽ അടുത്ത പടം പ്ലാൻ ചെയ്തു. കമ്മീഷണർ. സുരേഷ് ഗോപിയെ സൂപ്പർ താരമാക്കി മാറ്റിയ ആ സിനിമ ഷാജി കൈലാസിനെ സൂപ്പർ ഡയറക്ടറുമാക്കി ഉയർത്തു. മോഹൻലാലിൻ്റെ തിരിച്ചുവരവാണ് അടുത്തത്. മോഹൻലാലിൻ്റെ സിനിമകൾ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശക്തമായ ഒരു തിരിച്ചുവരവ് അനിവാര്യമാണെന്ന് ഫിലിം ഇൻഡസ്ട്രി ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ആർക്കും ഒരു വലിയ വിജയം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. തുളസിദാസ് ലാലിൻ്റെ ഡേറ്റുമായി വന്നപ്പോൾ ആശയങ്ങൾ ഒന്നുമില്ലാതെ മണി പടം നിർമ്മിച്ചു. മിസ്റ്റർ ബ്രഹ്മചാരി. പടം 8 നിലയിൽ പൊട്ടി. അതോടെ അത്തരം പരീക്ഷണങ്ങൾ ആരും മതിയാക്കും. എന്നാൽ മണി പിന്മാറിയില്ല എന്ന് സ്വയം വിശ്വസിച്ചിരുന്ന മണിക്ക് ലാലിനും അനൽപമായ വിശ്വാസമുണ്ടായിരുന്നു. നല്ല തിരക്കഥകൾ ലഭിച്ചാൽ തിളങ്ങുന്ന മുത്താണ് മോഹൻലാൽ എന്ന് അടുപ്പമുള്ളവരോട് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒന്നുമില്ലാതിരുന്ന കാലത്തെ എങ്ങനെ നീ മറക്കും പോലുള്ള ഹിറ്റുകൾ ലാലിന് കൊടുത്തയാളാണ് അദ്ദേഹം. 20-ാം നൂറ്റാണ്ട് പോലെ വേറെയുമുണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ. ബ്രഹ്മചാരി പൊളിഞ്ഞു വീണ അതേ വർഷം തന്നെ T.A. ഷാഹിദിൻ്റെ തിരക്കഥയിൽ ബാലേട്ടൻ എന്ന പടം മോഹൻലാലിനെ നായകനാക്കി മണി നിർമ്മിച്ചു. സംഭവം സൂപ്പർ ഹിറ്റ്. മോഹൻലാൽ വീണ്ടും ശക്തനായി തിരിച്ചു വന്നു. തൊട്ടടുത്ത വർഷം അതേ ടീമിൽ തന്നെ മാമ്പഴക്കാല എന്നൊരു മറ്റൊരു സൂപ്പർ ഹിറ്റ് കൂടി മണി നിർമ്മിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് നിർമ്മാതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാവം മങ്ങിത്തുടങ്ങുമായിരുന്നു. മാറിയ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ എന്തുകൊണ്ടും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പുതുതായി നിർമ്മിച്ച പടങ്ങളെല്ലാം കനത്ത പരാജയത്തിൻ്റെ രുചിയറിഞ്ഞു. കലാഭവൻ മണിയെ നായകനാക്കി ഒരുക്കിയ ലോകനാഥൻ IPS മുതൽ കനകസിംഹാസനം, കളേഴ്സ്, ദ്രോണ എന്നിങ്ങനെ പരാജയങ്ങളുടെ ഒരു പരമ്പര തന്നെ നേരിടേണ്ടി വന്നു. 2004 ശേഷം ആരോമ ബാനർ ഒരു മേജർ ഹിറ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സിനിമ തന്നെ പോലുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന തിരിച്ചറിവ് കൊണ്ടാവും മലയാളത്തിലെ ഏറ്റവും സജീവമായ ബാനറുകളൊന്നിൻ്റെ അധിപൻ ക്രമേണ നിർമ്മാണ രംഗത്തു നിന്നും മെല്ലെ അകന്നു തുടങ്ങി. 2013 നിർമ്മിച്ച ആർട്ടിസ്റ്റായിരുന്നു ഈ ബാനറിൽ പുറത്തു വന്ന അവസാന ചിത്രം. കലാമൗനമുള്ള സിനിമകളും തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുമുള്ള സിനിമകളുമായിരുന്നു എന്നും ആരോമ മണിയുടെ ഫോക്കസ്. എന്നാൽ ഇതിനിടയിൽ കലാമൗനമുള്ള സിനിമകൾ ഒരുക്കാനും അദ്ദേഹം മടിച്ചില്ല. ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ ഇല്ലാതെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള 2 പത്മരാജൻ സിനിമകളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്.
കള്ളൻ പവിത്രനും തിങ്കളാഴ്ച നല്ല ദിവസവും രണ്ടു സാമ്പത്തികമായി നഷ്ടം വരുത്തിവെച്ചു എങ്കിലും റിലീസ് ഘട്ടത്തിൽ തന്നെ നല്ല സിനിമകളായി പ്രകീർത്തിക്കപ്പെട്ടു. പുരസ്കാരങ്ങളും ലഭിച്ചു. കാലാന്തരത്തിൽ മലയാളത്തിലെ ക്ലാസിക് സിനിമകളുടെ പട്ടികയിൽ ഈ രണ്ട് ചിത്രങ്ങളും അവിസ്മരണീയമായ സ്ഥാനം പിടിക്കുകയും ചെയ്തു. ശ്രീനിവാസന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സിനിമ അദ്ദേഹത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് വരെ അർഹനാക്കിയിട്ടുണ്ട്. ഇന്ന് ആരോമമണി ജീവിതത്തിൻ്റെ ക്യാമറയ്ക്കു മുന്നിൽ നിന്നും മടങ്ങുമ്പോൾ ഈദ് റിസ്ക്കും ഏറ്റെടുത്ത് വ്യത്യസ്തമായ ചലച്ചിത്രാനുഭവങ്ങൾ സമ്മാനിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമുക്ക് വിടവാങ്ങുന്നത്.